ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധു വിശ്വാസികൾ സഭകളിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള അടുത്ത ഒരു കാരണമാണ് സഭയ്ക്കുള്ളിലെ വ്യത്യസ്ത നീതികൾ. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. ആ പുസ്തകത്തിൻ്റെ പേരാണ് യാക്കോബിൻ്റെ പുസ്തകം. വിശ്വാസി കാര്യങ്ങൾ പറച്ചിൽ മാത്രമേ ഉള്ളവനാണ്, പ്രവൃത്തി ഒന്നുമില്ലെന്നാണ് ഞാൻ പൊതുവെ നല്ലൊരു ശതമാനം കണ്ടിരിക്കുന്നത്. പ്രവൃത്തി വളരെ ഇല്ല, ഭയങ്കര പറച്ചിലായിരിക്കും. അപ്പോൾ വിശ്വാസികൾക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകം യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചട്ടെ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ചുറ്റിക്കെട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹോദരരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. എത്ര ലളിതമായിട്ട് എഴുതിയേക്കുന്നത്. 2, നിങ്ങളുടെ സഭായോഗങ്ങളിൽ പൊന്മോതിരവും പകിട്ടുള്ള വേഷവും ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വരുന്നു എന്നിരിക്കട്ടെ. സഭായോഗങ്ങളിൽ പൊന്മോതിരം ഉണ്ടേ, പൊന്മോതിരം ഉള്ളത് കൊണ്ട് അവൻ ബന്ധുക്കോസുകാരനല്ലെന്ന് ചിന്തിക്കരുത്. അന്നത്തെ സഭയ്ക്കകത്തിരിക്കായിരുന്നു, ഇന്നിപ്പോൾ നിയമം വന്നപ്പോഴാണ് പറ്റിയായിരുന്നായത്. അങ്ങനെയുള്ള ഒരുവൻ വന്നെന്നിരിക്കട്ടെ. ഇന്നിപ്പോൾ ഹോണ്ട സിറ്റി എന്ന് എഴുതിക്കൂ. ഹോണ്ട സിറ്റിയെ വന്ന ഒരച്ചായം വന്നു. അച്ചായം വന്നപ്പോൾ നല്ല സ്ഥാനത്ത് ഇരുന്നോളുക എന്ന് പറയുകയും ദരിദ്രനോട് അവിടെ നിൽക്കൂ എന്നോ എൻ്റെ കാൽക്കൽ നിൽക്കുകയോ എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ പക്ഷഭേദം കാണിക്കുകയും ദുരുദ്ദേശത്തോടെ വിധിക്കുകയും അല്ലേ ചെയ്യുന്നത് എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 1, മുഖപക്ഷം കാണിക്കരുത്. 2, ധനവാന് വിശിഷ്ട സ്ഥാനം, ദരിദ്രന് കുറഞ്ഞ സ്ഥാനം വെക്കരുത്. പക്ഷഭേദം, ദുരുദ്ദേശത്തോടെയുള്ള വിധി. ദുരുദ്ദേശം എന്നാ? ധനലാഭം, ഭക്ഷണം, വസ്ത്രം, ഇതാണ് ഉദ്ദേശം. ഇനി വിശ്വാസികൾക്കൊരു ഉദ്ദേശം ഉണ്ടാകും. സ്റ്റാൻഡേർഡ് ഉള്ളവൻ വന്നു, കൊള്ളാം, നല്ല കുടുംബക്കാരൻ, നല്ല സമ്പത്തുള്ളവൻ, ഞങ്ങളുടെ കൂടെ സ്റ്റാൻഡേർഡ് പിടിക്കാൻ കൊള്ളാം. ഇതാണ് ദുരുദ്ദേശം. യാക്കോബ് 3-ാം അധ്യായത്തിൻ്റെ 9-10 വായിച്ചേ. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നാവിൽ നമ്മുടെ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് തന്നെ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വായിൽ നിന്ന് സ്തോത്രവും അതേ വായിൽ നിന്ന് തന്നെ ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അതായത് സഭയ്ക്കകത്ത് വ്യത്യസ്ത നീതിയുണ്ട്. ജാതിയിൽ കൂടിയവന് ഒരു നീതി, കുറഞ്ഞവന് വേറൊരു നീതി. പണമുള്ളവനൊരു നീതി, ദരിദ്രനൊരു നീതി. വെളുത്തവനൊരു നീതി, കറുത്തവനൊരു നീതി. സുന്ദരനും സുന്ദരിക്കും ഒരു നീതി, സൗന്ദര്യമില്ലാത്തവർക്കൊരു നീതി. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ കേരളത്തിലെ ധാരാളം സഭകളിൽ ശുശ്രൂഷകൾക്ക് പോവുകയും പല സഭകളിലും വിശ്വാസിയായി ഒരു കാലത്ത് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സഭയ്ക്കകത്തെ കളികൾ അറിയാം. സത്യത്തിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അത് ഉറപ്പാണ്, ഉണ്ട്. കാരണം എന്നറിയോ, ധനവാൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ടെന്ന് കേൾക്കുന്നതിനിപ്പുറം ഓടും. അതേസമയത്ത് ദരിദ്രൻ്റെ വീടുകളിൽ ചെല്ലുകയില്ല. അത് സർവ്വസാധാരണമാണ്. ഇല്ല, നിങ്ങളുടെ സഭയിലെ ദരിദ്രന്മാരെ ഇങ്ങ് വിളി, അവരെയും ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചൊരു പരസ്യമായ സംവാദം വെച്ചേ പാസ്റ്റർമാരുടെ തുണി ഉരിഞ്ഞു പോകും. അതാ സത്യം. പക്ഷെ ആരും മിണ്ടുകല. എന്തിനാ പല്ലിനടെ കുത്തി മണപ്പിക്കുന്നതെന്ന് ഓർത്ത് ആരും ഒന്നും മിണ്ടുകല. എന്നാൽ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ യാക്കോബിൻ്റെ ലേഖനം തന്നെ 1-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 22 മുതൽ 24 വരെ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന്
ഉടനെ മറന്നു പോകുന്നു. അതിൻ്റെ വ്യാഖ്യാനം ഒന്നും വളരെ ഇതില്ല, വളരെ ലളിതമാണ്. വചനം കേൾക്കുന്നു, സ്വയം വഞ്ചിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിലും അനുസരിക്കുന്നില്ല, കാണുന്നു, മറന്നു പോകുന്നു. ഇത്രയും വളരെ ലളിതമായ കാര്യമുള്ളൂ. വന്നിരുന്ന് കേൾക്കും, എന്നതാ പറഞ്ഞെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിലിറങ്ങി ചോദിച്ചാൽ ആർക്കും അറിയത്തുമില്ല, അറിയാവുന്ന രീതിയിലൊട്ട് പറയുകയില്ല. മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലല്ല അച്ചായനെ അമ്മച്ചിയെ സ്തുതിയെല്ലാം കഴിയുമ്പോൾ ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇതിപ്പം നമ്മൾ പറയും മതങ്ങളിലെല്ലാം എഴുതി വെച്ച പ്രാർത്ഥനയാണ്. ഇപ്പോൾ സംഘടനാ സംവിധാനങ്ങളിലും ന്യൂജൻ സഭകളിലും എല്ലാം ഒരു സിസ്റ്റം വെച്ചിരിക്കുക. ആദ്യം ഒരു 3 പാട്ട്, അത് കഴിഞ്ഞൊരു സങ്കീർത്തന വായന, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രബോധനം, അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 പാട്ട്, അത് കഴിഞ്ഞ് പിന്നെ സാക്ഷ്യങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ വാക്യങ്ങൾ, അതിന് ശേഷം പിന്നെ ഉണ്ടെങ്കിൽ ഒരു പ്രസംഗം കൂടെ. ഈ ആദ്യത്തെ 3 പാട്ടെന്നുള്ളത് നിശ്ചയമായിട്ടും പാടിയിരിക്കും. ചില ന്യൂജൻ സഭകളിൽ 1 മണിക്കൂർ ആരാധനയാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 എണ്ണം പാടിക്കഴിയുമ്പോൾ തന്നെ ആൾക്കാർ മടുക്കും, പിന്നെ സമ്മതിക്കുകയില്ല. അരൂപിയാൽ നിറയാൻ കവിയാൻ, പിന്നെ താനായിരുന്ന കാത്തലിക് മതത്തിൽ നിന്നൊക്കെ ഉള്ള മുഴുവൻ പാട്ടും പാടി നോക്കും. ഈ 1 മണിക്കൂറൊന്നും തികയണ്ടേ? 1 മണിക്കൂർ നേർച്ച പോലെ വെച്ചങ്ങ് വലിക്കുക. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ മടുത്ത് വലഞ്ഞു പോകുന്നുള്ള. ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ സഭയ്ക്കുള്ളിൽ ഈ വ്യത്യസ്ത നീതികൾ വരുമ്പോൾ ആളുകൾ മടുത്തു പോകും. എന്നിട്ടോ മത്തായി സുവിശേഷം 7:1 വായിച്ചേ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അത്രേ ഉള്ളൂ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ കാര്യം പറയരുതെന്നാണ് ഇപ്പം അതിൻ്റെ വ്യാഖ്യാനം. കാര്യം പറയരുത്, ഇതിനർത്ഥം ഇത്രേ ഉള്ളൂ. വിധിയും വാദവും ചണ്ട. ഒരു കോടതി വന്നാൽ വക്കീൽ ചെയ്യുന്നത് വാദിക്കുക. വക്കീലിന് വിധിക്കാൻ അധികാരമില്ല, വിധിക്കുന്നത് കോടതിയാണ്. നമ്മളോട് വിധിക്കാനല്ല, നമ്മളോട് വാദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വാദിക്കുന്നത് തെറ്റാണെങ്കിൽ ശരിയായിട്ട് വാദിക്കാൻ അറിയാവുന്ന ഒരു സഭയിലുണ്ടെങ്കിൽ അവർ വാദിച്ച് നമുക്കത് തെളിയിച്ചു തരണം. വിധി ദൈവം ചെയ്യട്ടെ. നിങ്ങളുടെ മക്കളൊന്നും ഗുണം പിടിക്കാതെ പോയെന്നൊക്കെ പറയുമ്പോൾ അത് വിധിയല്ലേ. പക്ഷേ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ വിധിക്കുന്നില്ല, മനുഷ്യൻ വാദിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാക്കാനുള്ള ബോധം തലയ്ക്കകത്ത് വേണ്ടേ. ഇനി അന്ത്യകാലം എങ്ങനെയായിരിക്കുമെന്ന് 2 തിമോത്തിയോസിനകത്ത് പറയുന്നുണ്ട്. ഈ അന്ത്യകാലം എങ്ങനെയായിരിക്കുമെന്ന് 2 തിമോത്തി 3:1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇതാണ് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ജാതികളുടെ ഇടയ്ക്കൊന്നുമല്ല, സഭയ്ക്കകത്ത് ഇത് കൂട്ട് സാധനം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതിയതൊന്നും ജാതിക്കൊന്നുമല്ല. അതുകൊണ്ട് ഈ സൈസൊക്കെ അന്ത്യകാലത്ത് ഉണ്ടായിരിക്കുമെന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ യഥാർത്ഥ നീതി എന്താണെന്ന് 2 തിമോത്തി 2:23-24 പറയുന്നുണ്ട്. 2 തിമോത്തി 2:23-24. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. കർത്താവിന്റെ ദാസൻ ശണ്ടയില്ലാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ച എല്ലാവരെയും കർത്താവിൻ്റെ ദാസനെന്നും ദാസിയെന്നാണ് വിളിക്കുന്നത്. ശുശ്രൂഷകൻ എന്ന് തന്നെയൊന്നുമല്ല അതിനർത്ഥം. ഇപ്പോൾ ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നത് അത് വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല, അത് ശുശ്രൂഷകന്മാരെ ഉദ്ദേശിച്ചെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ദാസനാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ദാസികളുമാണ്. ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഇവരെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ കലഹിക്കാത്ത എല്ലാവരോടും സൗമ്യതയുള്ളവനും പഠിപ്പിക്കുവാൻ സമർത്ഥനും ക്ഷമാശീലനും എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തുന്നവനും ആയിരിക്കണം. ഇതാണ് പറഞ്ഞ വ്യവസ്ഥ. കർത്താവിൻ്റെ ദാസൻ എന്നുള്ളിടത്ത് വേണേൽ കർത്താവിൻ്റെ ദാസി എന്ന് വേണമെങ്കിലും ചിന്തിച്ചുകൊള്ളുക. ഇതിപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഈ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നവനും ശുശ്രൂഷകൻ എന്ന് പറയുന്നവനും മൊണ്ണക്കുഞ്ഞുങ്ങളെ ഇളക്കി വിടും. മൊണ്ണക്കുഞ്ഞുങ്ങളെ ഇളക്കി വിട്ടിട്ട് ഇങ്ങനെ വിശുദ്ധനായിട്ട് വിദൂരത്തിലേക്ക് കണ്ണു നട്ടിരിക്കും. ഞാനൊന്നും പറഞ്ഞില്ല. മൊണ്ണക്കുഞ്ഞുങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഓരോരോ പ്രശ്നം പൊക്കിക്കൊണ്ടുവരും. ഇനി രണ്ടാമത് പറയുന്നത് ഇവർ പഠിപ്പിക്കുന്നവരായിരിക്കണം എന്നാണ് പറഞ്ഞത്.
ഈ പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചാൽ വല്ലതും മനസ്സിലാകുകയും കൂടെ ചെയ്യണം. പഠിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ബൈബിളിനകത്ത് ആയിരക്കണക്കിന് വാക്യം കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പഠിപ്പിക്കുന്നവർക്കൊന്നും മനസ്സിലാകണ്ടേ? ഇതിപ്പോൾ സംഭവം പറഞ്ഞാൽ എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തുന്നവനായിരിക്കണമെന്ന് ഇവിടെ എഴുതുന്നു. ഇപ്പോൾ സഭകളിൽ നടക്കുന്ന എതിർക്കുന്നവനെ എങ്ങനെയെങ്കിലും മൊണ്ണക്കുഞ്ഞുങ്ങളെ വെച്ച് അടിച്ച് പുറത്താക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം, സഭയ്ക്കുള്ളിലെ വ്യത്യസ്ത നീതികൾ, പ്രവർത്തനങ്ങൾ ആളുകളെ പുറത്താക്കും. എനിക്കറിയാവുന്ന പല സഭകളിലും ഈ അടുത്ത കാലങ്ങളിൽ 6-7 കുടുംബങ്ങളൊക്കെ പുറത്തു പോയത്. എല്ലാത്തിൻ്റെയും പുറകെ പോയി കഴിയുമ്പോൾ ഈ മൊണ്ണക്കുഞ്ഞുങ്ങളും ശുശ്രൂഷകരോട് ഇരുന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവൻ അങ്ങനെയല്ലായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ ശരിയല്ലായിരുന്നു, അവൻ ശരിയല്ലായിരുന്നു, അവൻ അവിടെയായിരുന്നു, അവൻ ഇവിടെയായിരുന്നു. പക്ഷേ പോയി 6-7 കുടുംബങ്ങൾ പോയി കഴിയുമ്പോൾ പോലും ഈ മൊണ്ണകൾക്ക് മനസ്സിലാകുന്നില്ല ഈ പോകുന്നത് ഇവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. അവിടെ മാനസാന്തരത്തിൻ്റെ അവസരമായിട്ട് അവർ വരുന്നില്ല. അവർ ഒന്ന് പോണാൽ പോകട്ടും, പോടാ. അങ്ങനെ പാടിയ ഒരുത്തനെ എനിക്കറിയായിരുന്നു. പാടി അവസാനം കംപ്ലീറ്റ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കസേരകൾ ഇങ്ങനെ വലിച്ചിട്ടു. ആദ്യമേ കസേര ഇട്ടിട്ട് ഇരിക്കാൻ ഇടയില്ലാത്ത പോലെ സ്ഥലം ഉണ്ടായിരുന്നിടത്ത് പോണാൽ പോകട്ടും പോടാന്നും പറഞ്ഞ് MGRൻ്റെ പാട്ട് പാടി സ്റ്റേജിൽ MGRൻ്റെ പാട്ട് പാടുക. അങ്ങനെ പാടി അഹങ്കാരം പറഞ്ഞ് ആളുകൾ 4 വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ കസേര വലിച്ച് അകത്തിയിട്ടു. ഇപ്പോൾ ഒരു കസേരയുടെ ഇടയ്ക്കൂടെ കബഡി കളിക്കാനുള്ള ഇടയിട്ട് കഴിഞ്ഞിട്ട് പോലും ആളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെ പുറകെ നടക്കുക. അതുകൊണ്ട് ഈ സഭയ്ക്കുള്ളിലെ വ്യത്യസ്ത നീതികൾ വിശ്വാസികളെ പുറത്ത് കളയും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത നീതികൾ മാറി കർത്താവിൽ ഒറ്റ നീതി സകല സഭകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത നീതികളുടെ തിക്തഫലങ്ങൾ മൂലം വെളിയിൽ പോയ പ്രിയപ്പെട്ടവരെ എല്ലാം തിരികെ ദൈവസഭകളിൽ കയറുവാൻ ദൈവം അനുവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി അവർക്ക് അവസരം കൊടുക്കണമേ, അവരുടെ ഹൃദയത്തിന് ബലം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.